ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ക്രിസ്മസ് ആയിട്ട് ഒരു അടിപൊളി പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ? നമ്മുടെ പ്ലം കേക്കിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അമൃതം പൊടിയിലാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തഡാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് പഞ്ചസാരയാണ്. നമ്മുടെ അമൃതം പൊടിക്ക് ഓൾറെഡി മധുരം ഉള്ളതുകൊണ്ടാണ് നമ്മൾ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് കാരമലൈസ് ചെയ്തെടുക്കാം. ഇപ്പോൾ ആർക്കും പ്രത്യേകിച്ച് കാരമലൈസ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. എല്ലാവരും കേക്ക് ഉണ്ടാക്കുന്നവരായതുകൊണ്ട് മിക്കവർക്കും ഇത് അറിയുന്നുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. നമ്മുടെ പഞ്ചസാര ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കാരമലൈസ്ഡ് സിറപ്പ് മാറ്റി വയ്ക്കാവുന്നതാണ്. കണ്ടോ, നമ്മുടെ സിറപ്പ് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യമായ ഡ്രൈ ഫ്രൂട്ട്സ് എന്തെല്ലാം നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉണക്കമുന്തിരിയും ഒപ്പം തന്നെ കാഷ്യൂനട്ടും ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൂട്ടി ഫ്രൂട്ടിയും ഡേറ്റ്സും ഒക്കെ ചേർക്കാവുന്നതാണ്. നമ്മളിത് ജസ്റ്റ് കാരമലൈസ്ഡ് സിറപ്പിൽ സോക്ക് ചെയ്ത് വയ്ക്കുന്നേ ഉള്ളൂ. ഒരുപാട് നേരം ഒന്നും സോക്ക് ചെയ്ത് വയ്ക്കണ്ട. നമുക്ക് സിറപ്പ് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതായതുകൊണ്ട് അവർക്കിഷ്ടമുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പരന്ന പാത്രമെടുത്ത് നമുക്ക് അമൃതം പൊടി ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അരിപ്പ വേണം ഉപയോഗിക്കാനായിട്ട്. നമ്മൾ റവയൊക്കെ അരിച്ചെടുക്കുന്ന ആ ഒരു അരിപ്പയിൽ വേണം നമ്മളിത് അരിച്ചെടുക്കാനായിട്ട്. ഞാൻ ഈ കപ്പിൽ ഒരു 1/4 കപ്പ് അമൃതം പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ അമൃതം പൊടി എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ അംഗനവാടികളിൽ നിന്നൊക്കെ കിട്ടുന്ന ന്യൂട്രിമിക്സ് പൗഡറാണ്. അതിൽ ഗോതമ്പ്, കടലപ്പരിപ്പ്, നിലക്കടല, സോയ, പഞ്ചസാര ഒക്കെ അടങ്ങിയിട്ടുണ്ട്. വളരെ ഹെൽത്തിയാണത് കുഞ്ഞുങ്ങൾക്ക്. ഇത് മുതിർന്നവർക്കും കഴിക്കുന്നതിന് ഒരു കുഴപ്പവും ഇല്ല. ഒപ്പം തന്നെ പ്രായമായവർക്കൊക്കെ വളരെ നല്ല ഒരു ഹെൽത്തി മിക്സാണിത്. അപ്പോൾ നമുക്കിത് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ശേഷം വരുന്ന തരികൾ നമുക്ക് കളയാവുന്നതാണ്. നമുക്ക് നല്ല ഫൈനായിട്ടുള്ള അമൃതം പൊടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അളന്ന് നോക്കാം. ഇത് ഏകദേശം ഒരു 1/4 കപ്പ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡർ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർക്കാം. ഒപ്പം തന്നെ ആവശ്യമാണെങ്കിൽ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ നമുക്കിങ്ങനെ അരിച്ചെടുക്കാം. ഇങ്ങനെ അരിക്കുമ്പോഴും നമുക്ക് അവശേഷിക്കുന്ന തരികൾ നമുക്ക് കളയാവുന്നതാണ്. നമുക്ക് എത്രയും ഫൈനായിട്ട് നമ്മുടെ പൊടി കിട്ടുന്നോ അത്രയും നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ കേക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമുക്കിത് കളയാം. ഇനി ഒരു 2 ബൗൾ എടുത്ത ശേഷം നമുക്ക് ഈ കേക്കിനായിട്ട് 2 മുട്ട എടുക്കാം. ഈ 2 മുട്ടയുടെയും എഗ് വൈറ്റും യോക്കും നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. നമ്മൾ ഒരു ബൗളിലേക്ക് മുട്ടയുടെ മഞ്ഞയും മറ്റൊരു ബൗളിലേക്ക് മുട്ടയുടെ വെള്ളയും മാറ്റി കൊടുക്കണം. 2 മുട്ടയുടെ എഗ് വൈറ്റും യോക്കും നമുക്കിതുപോലെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി എഗ് വൈറ്റ് എടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നല്ല സ്റ്റിഫാക്കി എടുക്കാം. ആദ്യം നമ്മൾ ലോ സ്പീഡിൽ ബീറ്റ് ചെയ്ത ശേഷം സ്പീഡ് മെല്ലെ ഹൈയിലേക്ക് ആക്കി കൊടുത്ത് നല്ല സ്റ്റിഫായ ഒരു കൺസിസ്റ്റൻസി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഇപ്പോൾ നല്ല സ്റ്റിഫായി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളൽപ്പം ഒരു വലിയ ബൗളിൽ എഗ് വൈറ്റ് സ്റ്റിഫാക്കി എടുത്തോളൂ കേട്ടോ. ഇതെനിക്ക് അല്പം ചെറുതായിപ്പോയി. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. ഇത് നമുക്ക് മാറ്റി വെച്ച ശേഷം നമുക്ക് നെക്സ്റ്റ് എഗ് യോക്ക് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് മുട്ടയുടെ ഒരു സ്മെല്ലൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അല്പം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് വിസ്ക് വെച്ചിട്ട് വേണമെങ്കിലും ബീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബീറ്റർ ഉപയോഗിച്ചിട്ടായാലും ബീറ്റ് ചെയ്യാം. ഞാൻ ഓൾറെഡി ബീറ്റർ എടുത്തതുകൊണ്ടാണ് ഞാൻ ബീറ്റർ വെച്ച് തന്നെ ചെയ്ത് കാണിക്കുന്നത്. ഇത് ഒത്തിരി ഒന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിത് നമ്മുടെ മുട്ടയുടെ മഞ്ഞയിലേക്ക് ആഡ് ചെയ്ത് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
ഒരുപാടൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓയിൽ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം നമുക്കിത് ഓഫാക്കാവുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അമൃതം പൊടിയുടെ മിക്സ് കുറച്ചായിട്ട് നമുക്ക് ഈ എഗ് യോക്കിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഒത്തിരി ബലം കൂട്ടി ഇളക്കിയെടുക്കാതെ മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ സാധാരണ കേക്കിൻ്റെ ബാറ്ററിനെ അപേക്ഷിച്ച് ഇത്തിരി ടൈറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. നമ്മുടെ ടൈറ്റായ ബാറ്ററിലേക്കാണ് നമ്മൾ എഗ് വൈറ്റ് ചേർത്ത് കറക്റ്റ് കേക്കിൻ്റെ കൺസിസ്റ്റൻസി ആക്കിയെടുക്കുന്നത്. നമുക്കിങ്ങനെ മെല്ലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ലൂസാക്കി എടുക്കുവാനായിട്ട് നമ്മുടെ കാരമലൈസ് ചെയ്ത ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഉണക്കമുന്തിരികളൊക്കെ ഇപ്പം തന്നെ ഈ ബാറ്ററിലേക്ക് വീഴാതെ ശ്രദ്ധിച്ച് വേണം സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തൊന്ന് ലൂസാക്കി എടുക്കാം. കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുഴുവൻ പൊടിയും ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞു. നമ്മുടെ ഷുഗർ സിറപ്പും ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ഒരു കാഷ്യൂ നട്ട്സ് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒരല്പം നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള കാഷ്യൂ നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ തന്നെ ഉണക്കമുന്തിരി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കത് ഇളക്കിയെടുക്കുവാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇതിപ്പോൾ ചേർത്ത് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായി യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് എഗ് വൈറ്റ് ചേർത്ത് യോജിപ്പിക്കാവുന്നതാണ്. നമുക്ക് ഇതേ പ്ലം കേക്ക് തന്നെ മൈദ വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ 3/4 കപ്പ് മൈദ അതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ സ്പൈസസിൻ്റെ ഫ്ലേവേഴ്സിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ജാതിക്ക പൊടിച്ചതും ഗ്രാമ്പൂ പൊടിച്ചതും ഏലക്ക പൊടിച്ചതും ചേർത്തും യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഞാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കുവാൻ വേണ്ടിയിട്ട് ആണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ലൈറ്റായിട്ടാണ് ആ ഒരു ഫ്ലേവർ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന എഗ് വൈറ്റ് അല്പമായി ചേർത്ത് നമുക്ക് നന്നായിട്ട് ആ എഗ് വൈറ്റിൻ്റെ ആ ഒരു ഫ്ലഫിനെസ് ഒന്നും മാറാത്ത രീതിയിൽ മെല്ലെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. എഗ് വൈറ്റും നമുക്കിതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഹണി ചേർത്ത് കൊടുക്കാം. പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല, ഹണി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കൊണ്ട് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ടിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കേക്ക് ട്രേയിൽ ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ച് അല്പം ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്ത ശേഷം, നമ്മളിവിടെ സൺഫ്ലവർ ഓയിൽ വെച്ച് തന്നെയാണ് ഗ്രീസ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ എയർ ബബിൾസൊക്കെ പുറത്തേക്ക് കളയുവാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂസ് വെച്ചിട്ട് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കുക്കറിലേക്കാണ് ഞാനത് ബേക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നത്. നമ്മുടെ കുക്കർ ഓൾറെഡി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് നമ്മൾ ഒരു 10 മിനിറ്റ് ചൂടാക്കി വെച്ചതാണ്. ഇതിലേക്ക് നമുക്ക് ഒരു റിങ് ഇതുപോലെ താഴ്ത്തി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ബാറ്റർ ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഗ്യാസിൽ നമ്മളിതൊരു 20 മിനിറ്റ് എടുത്താണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ്. ഇനി കുക്കർ അടച്ച് വെച്ച് നമുക്കിതിൻ്റെ വിസിൽ ഊരി മാറ്റാം. നമ്മൾ കുക്കറിൻ്റെ വാഷറൊന്നും എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വിസിൽ എടുത്ത് മാറ്റിയാൽ മതിയാവും. ഒരു 20 മിനിറ്റ്, ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു സ്ക്വയർ വെച്ചിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കറക്റ്റായിട്ട് ബേക്ക് ആയിനോ ഇല്ലയോ എന്ന്. മാക്സിമം ഇതെനിക്കൊരു 20 മിനിറ്റിലാണ് വെന്ത് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഓവനിലും വേണമെങ്കിൽ ഇത് കുക്ക് ചെയ്യാവുന്നതാണ്. 180 ഡിഗ്രിയിൽ 20 മിനിറ്റ്സിലാണ് ഓവനിൽ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല രീതിയിൽ കേക്ക് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് തണുക്കാനായി മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്ത ശേഷം നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്.
ഗോതമ്പിൻ്റെയും കടലപ്പരിപ്പിൻ്റെയും സോയയുടെ ഒക്കെ ഒരു മിക്സാണല്ലോ നമ്മുടെ ഹെൽത്തി മിക്സ്. അപ്പോൾ അത് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു കേക്ക് നല്ല ഹെൽത്തി ആണെന്ന് പറയാൻ വേറൊരു കാരണം വേണ്ട. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ നമ്മുടെ ഈ റെസിപ്പി ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്